ഷർവാനി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ അബ്ദുൽ ഹമീദ് ഷർവാനി റഹിമഹുല്ല. ഷർവാനി ഇമാമിനെ അറിയാത്ത ഉസ്താദുമാരുണ്ടാവാൻ വളരെ പ്രയാസമായിരിക്കും. സാധാരണക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ പേര് അറിയില്ലെങ്കിലും ഉസ്താദുമാരായ ഉസ്താദുമാർക്കൊക്കെ അറിയും ഷർവാനി ഇമാമിനെ. ഷാഫിഈ മദ്ഹബിലെ മഹാവലിയ പണ്ഡിതരായിരുന്നു മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മളെപ്പോഴും ഷാഫിഈ മദ്ഹബിൽ തീരുമാനം കൽപ്പിക്കൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്തു പറഞ്ഞു, അവിടുത്തെ തുഹ്ഫയിൽ എന്തു പറഞ്ഞു, അതാ നമ്മളൊക്കെ നോക്കുക. തുഹ്ഫയാണ് നമുക്ക് ആധാരം, പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നോക്കി നോക്കി പോവൊക്കെ. അപ്പോൾ തുഹ്ഫ തിരിയണമെങ്കിൽ ഷർവാനി ഇമാം വേണം. തുഹ്ഫക്ക് വേറെയും ഇബ്നു ഖാസിം അബ്ബാദി തങ്ങളുടെ ശറഹുണ്ട്, അതുപോലെ തന്നെ കർദി ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും വസരിയൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഏറ്റവും നമുക്ക് എളുപ്പം അതുപോലെ തന്നെ അതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യതൊക്കെ നമുക്ക് മനസ്സിലാകുക ഷർവാനി ഇമാമിൻ്റെ ഷർവാനി നോക്കുമ്പോഴാണ്. അപ്പോൾ ഏതായാലും ഷാഫിഈ മദ്ഹബിൽ ഇത്രയും കൂടുതൽ സേവനം അതിൽ അനുഷ്ഠിച്ച വല്ലാത്തൊരു പണ്ഡിതനായിരുന്നു. നമ്മളെങ്ങനെ നിസ്കരിക്കണം, നമ്മളെങ്ങനെ നോമ്പെടുക്കണം, നമ്മളെങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ, ഇത് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും നമ്മൾ എടുത്തു നോക്കുകയും ഒരു ദിവസവും നമ്മളൊക്കെ ഇപ്പോൾ ഷർവാനി ഇമാമിൻ്റെ അശ്വത്ത് ഷർവാനി നോക്കാത്ത ദിവസങ്ങൾ വളരെ വിരളായിരിക്കും. അപ്പം എങ്ങനെ ആകുമ്പോൾ നമ്മൾ ഷർവാനി ഇമാമിനെ ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർക്കും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഇത് എവിടെയാണ് ഈ മക്കാം, അവിടുത്തെ ഖബർ എവിടെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിയാറത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത്, എല്ലാവർക്കും സിയാറത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് മഹാനവറുകൾ കിടക്കുന്നത്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോയതോ അല്ല അറിയാതെ പോയതായിരിക്കും. മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷയിലൊക്കെ മഹാവലിയ പാണ്ഡിത്യം നേടിയ മഹാനാണ് അദ്ദേഹം. മഹാനവറുകൾ അറബിയിൽ, ഫാരിസിയിൽ, തുർക്കിയിൽ ഒക്കെ വലിയ മഹാപാണ്ഡിത്യം ഉണ്ടായിരുന്നു. കൂടുതൽ സംസാരിക്കൂല, നേരെ മറിച്ച് ഇങ്ങനെ ദർസും അതുപോലെ തന്നെ സുബുക്കും ഇങ്ങനെ തുടങ്ങിയിട്ടായിരുന്നു അവിടുത്തെ ജീവിതം. ദാക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മഹാനവറുകൾ ജനിച്ചത്. ദാക്കിസ്ഥാനിക്കാരനാണ്, പിന്നീട് മക്കക്കാരനായി. എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്താംബൂൾ അതുപോലെ തന്നെ മിസ്ർ അവർക്കൊക്കെ പോയി അവിടെ നിന്നൊക്കെ ദർസ് നടത്തി. ബാജൂരി ഇമാമിൻ്റെ ഇമാം ബാജൂരി തങ്ങളുടെ ശിഷ്യനാണ് ഷർവാനി ഇമാം. അൽ-അസ്ഹറിൽ ഇമാം ബാജൂരി തങ്ങൾ ദർസ് നടത്തുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഷർവാനി ഇമാം പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ ശേഷം മക്കയിൽ വന്നു, മക്കത്തുൽ മുക്കറമയിൽ വന്നു എന്ന് മാത്രമല്ല ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫ ദർസ് നടത്തിയിട്ടുണ്ട്. മഹാനവറുകൾ തുഹ്ഫ ദർസ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ തുഹ്ഫക്ക് ഹഷ് ഉണ്ടാക്കി, അതാണ് ഷർവാനി ഇമാം. അതുകൊണ്ട് തന്നെ അവരുടെ മനാക്കിബുകളൊക്കെ പറയുന്നിടത്ത് വഫാത്തായി കിടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിലുണ്ട്. നമ്മളൊക്കെ ഹജ്ജിന് പോകുക, ഉംറക്ക് പോകൂലേ, ഉംറക്ക് ഹജ്ജിനൊക്കെ പോകൂലേ, അപ്പോൾ അവിടെ മക്കയിൽ പോകുമ്പോൾ നമ്മൾ ജന്നത്തുൽ മുഅല്ലയിൽ പോകും, എല്ലാവരും പോകാറുണ്ട്, പോകണം.